ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയാം അതായത് സെൻസർ ബോർഡ് നടക്കുന്ന ഇഷ്യൂസ്, അതായത് ഒരു പേരിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്തെടുക്കുക. അതൊരു സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ കഷ്ടപ്പാടല്ല, ഒരു കൂട്ടായ്മയുടെ കഷ്ടപ്പാടാണ് അല്ലേ? പേരിന്റെ പേരിൽ ബ്ലോക്ക് ചെയ്തോ? അതായത് ജാനകി എന്ന പേര് അറിയത്തില്ല. കൂടുതൽ പ്രൊമോഷനിൽ ഞങ്ങളുടെ ഈ സിനിമയുടെ പ്രൊമോഷനിലാണ്. അങ്ങനെ ചെയ്തോ? അതായത് ജാനകി എന്ന പേര് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ മാറ്റണം, എന്നാലേ റിലീസ് ചെയ്യുള്ളൂ എന്നുള്ള അതായത് ശ്രീലതയുടെ പേരാണ് ആയതിനാൽ പേര് മാറ്റണം എന്നുള്ള ഇതിലാണ് ഇപ്പൊ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്തത്. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ചോദിക്കാൻ, ഒരു പേരിന്റെ പേരിൽ ഒരു കഥാപാത്രത്തിന്റെ പേരിൽ ഒരു സിനിമയെ ബ്ലോക്ക് ചെയ്യുന്നത് ശരിയാണ്? പേരിന്റെ പേരിൽ കഥാപാത്രത്തിന്റെ പേരിൽ, അതായത് കഥാപാത്രത്തിന്റെ പേരിന്റെ പേര്, അതായത് ഇപ്പൊ മെറീനയ്ക്ക് ഒരു മേരി എന്നൊരു പേര് ഇടുവാണെങ്കിൽ മേരി എന്നുള്ള പേര് ഇടാൻ പാടില്ല. അതാ ബ്ലോക്ക് ചെയ്തവരോടല്ലേ ചോദിക്കുന്നത്? ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ, ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ സിനിമയെ പറ്റി പറയുമ്പോൾ പോലും നമുക്കൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സിനിമയെ കാണണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ ബ്ലോക്ക് ചെയ്ത ആളുകൾ എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു സിനിമയ്ക്കാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സിനിമ റിലീസ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എനിക്ക് പറയുന്നത്. ആൻഡ് സമരം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. സ്വാഭാവികമായിട്ടും ട്രൈ ചെയ്യലോ. നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ സിനിമ മേക്ക് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റേറ്റ് അവാർഡിനും നാഷണൽ അവാർഡിനൊക്കെ കൊടുക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ട്രൈ ചെയ്തിരുന്നു. അതെ. അപ്പോ എനിക്ക് തോന്നുന്നു IFFK-യിലും സ്ക്രീനിങ് ലഭിക്കാതെ പോയ ഒരു സിനിമയാണ്. മാനസികമായിട്ട് നമുക്കതിൽ വിഷമമുണ്ടായിരുന്നു. അതുപോലെ സ്റ്റേറ്റ് അവാർഡിനും മനോഹരമായിട്ട് തടയപ്പെട്ട സിനിമയാണ്. IFFK-യിലും തടയപ്പെട്ട സിനിമയാണ്. ചോദിച്ചപ്പോൾ അത് പറയാണ്. അതുപോലെ തന്നെ നാഷണൽ അവാർഡിനും തടയപ്പെട്ട സിനിമയാണ്. മനോരമയിലും തടയപ്പെട്ട സിനിമയാണ്. പക്ഷെ പുറത്ത് ഉള്ള ചില ഫെസ്റ്റിവലിലൊക്കെ സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയും കൂടിയാണ്. അവിടെ ചിലപ്പോൾ ഇതിന്റെ രാഷ്ട്രീയം, ഇവിടെയുള്ള രാഷ്ട്രീയമായിട്ട് സിനിമകളെ വേർതിരിച്ച് കാണുന്നത്. പുറത്തുള്ള കൺട്രീസിൽ പിന്നെ അതില്ലല്ലോ, അവർക്ക് രാഷ്ട്രീയമല്ലല്ലോ. അവർ സിനിമയെ വിലയിരുത്തിയിട്ടല്ലേ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നു. ഏത് സ്ഥലത്ത്? സ്വാഭാവികമായിട്ടും കൊടുത്തിരുന്നു. പടം ജൂറി കാണുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടായിരിക്കാം? അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതിന് പറ്റിയ മസാലകൾ ഇല്ലാത്തതുകൊണ്ടാണ് രാഷ്ട്രീയ ഇടപെടലുകൾ സിനിമയെ സ്വാധീനിക്കുന്നു തോന്നിയതുകൊണ്ടാണ്. അങ്ങനെ ആയിരിക്കാം. കാരണം ഇപ്പൊ ജൂറി അംഗങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെ അവര് സിനിമകളെ വിലയിരുത്തുന്നത് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായിരിക്കാം, രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ട് ഇപ്പൊ ഞാൻ ജൂറിയിലിരിക്കുകയാണെങ്കിൽ എന്റേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവുമല്ലോ. ഞാൻ ഓരോ സിനിമകൾ നോക്കി കാണുമ്പോൾ അങ്ങനെ അതിനെ കാണുന്നുള്ളൂ. എല്ലാവർക്കും ഓരോ അഭിപ്രായം ആയിരിക്കില്ല. പക്ഷെ ഭൂരിപക്ഷമാണല്ലോ ജൂറി ഭൂരിപക്ഷം വെച്ചിട്ടാണല്ലോ സിനിമകൾ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ